ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈസി റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടൊമാറ്റോ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിനായി ആദ്യം തന്നെ ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ക്രഷ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കണം. ജീരകം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഒരു 7 വെളുത്തുള്ളി ഞാനിവിടെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 5 വറ്റൽ മുളക്, ചുവന്ന വലിയ മുളക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 സവോള റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിന് 3 സവോളയ്ക്ക് നമ്മൾ 3 തക്കാളിയാണ് ഞാൻ എടുക്കുന്നത്. സവോള വല്ലാതെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം ഒന്ന് വഴറ്റി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കണം. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൽ ഞാൻ 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മുളക് പൊടി. കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതാകുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാൻ വേണമെങ്കിൽ. ഞാനിതിൽ ആദ്യം ചേർത്ത 3 ടേബിൾ സ്പൂൺ എണ്ണ തന്നെ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് വേവാനായിട്ട് വെക്കണം. ഇത് സവോള പാനിലിട്ട സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ടൊമാറ്റോ ഒന്നിങ്ങനെ മറച്ചിട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം, അതൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ. കാരണം ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതുകൊണ്ടിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും അതിനുശേഷം ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ടൊമാറ്റോ സോസാണ്. എൻ്റെ അടുത്ത് സോസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. കുറച്ച് സോസേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. ശരിക്കും നമുക്ക് 3 സ്പൂൺ സോസാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ടൊമാറ്റോ റോസ്റ്റ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കൂ.